ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. സോ ഇന്നത്തെ കണ്ടന്റ് കിയ സിറോസ്. കിയയുടെ ലൈനപ്പിലെ രണ്ടാമത്തെ സബ് 4 മീറ്റർ കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന കിയ സിറോസിൻ്റെ റിവ്യൂമായിട്ടാണ്, ഒരു വാക്ക് അറൗണ്ട് റിവ്യൂമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു സബ് 4 മീറ്റർ ആണെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം നേരിട്ട് കാണുമ്പോഴറിയാം വണ്ടിയുടെ ലെങ്ത്ത് അത്യാവശ്യം ലെങ്ത്ത് വരുന്ന ഒരു വണ്ടിയാണ്. വണ്ടിയുടെ ലെങ്ത്തിനുപരി ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കയറുമ്പോഴാണ് നമ്മൾ ഞെട്ടാനായിട്ട് പോകുന്നത്. അതൊക്കെ നമുക്ക് പിന്നെ ഞെട്ടിക്കാം. അപ്പം ആദ്യം ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു റഫായിട്ട് പറയുകയാണെങ്കിൽ കിയ സോണറ്റിൻ്റെയും സെൽറ്റോസിൻ്റെയും സെൻട്രലായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റിലാണ് കിയ സിറോസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു ഫാമിലി കാറായിട്ട് കൂടുതലും ഇൻറ്റീരിയറിനെ ഫോക്കസ് ചെയ്ത് ഇറക്കിയ വണ്ടിയാണ്. സോ എക്സ്റ്റീരിയർ ഡിസൈനും കാര്യങ്ങളും ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. ഏതായാലും ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. റിയറിലോട്ട് വരുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അത് മാറാം. ഏതായാലും ഈ സോണറ്റിൻ്റെ അതേ ലെങ്ത്തിൽ, അതായത് 4 മീറ്ററിൽ താഴെ 3995 മീറ്റർ മാത്രമാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. അത് അവരെങ്ങനെ ഇൻറ്റീരിയറിൽ ഇത്രയും സ്പേസ് മാനേജ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. സോ ഏതായാലും ഇതിൻ്റെ ബോണറ്റിൻ്റെ ഒരു പാർട്ട് നോക്കുമ്പോൾ കാണാം, ബോണറ്റിൻ്റെ പാർട്ട് നമ്മുടെ സോണറ്റിൻ്റെ ലെങ്ത്തിനെക്കാട്ടിലും നല്ല രീതിയിൽ വ്യത്യാസം വരുത്തി കുറച്ചുകൂടെ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു സ്പേസ് വെച്ചിട്ടാണ് അവർ ഇൻറ്റീരിയറിലെ സ്പേസ് മാനേജ് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാകാൻ സാധിച്ചത്. ഏതായാലും സെൽറ്റോസിൻ്റെ താഴത്തെ സെഗ്മെൻ്റ് ആയതുകൊണ്ട് അതിനെക്കാട്ടിലും താഴെ പ്രൈസ് വരുള്ളൂ എന്നുള്ളത് തീർച്ചയാണല്ലോ. അതിൽ പക്ഷേ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ സെൽറ്റോസിനെക്കാട്ടിലും ഫീച്ചേഴ്സ് തോന്നും. ഫീച്ചേഴ്സ് കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമല്ല, കുറേയുടെ പുതിയ രീതിയിലുള്ള അപ്ഡേറ്റഡ് ഫീച്ചേഴ്സാണ് ഇതിൽ മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻസ് ആണെങ്കിലും സീറ്റ്സ് ആണെങ്കിലും മറ്റുള്ള ഫീച്ചേഴ്സ് ആണെങ്കിലും സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം ഒന്നിലൊന്ന് മെച്ചമായിട്ടാണ് ഈ അതിന് കൊടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. സോ ഒരു വാക്ക് അറൗണ്ടിലേക്ക് സ്വാഗതം. സോ കിയ സിറോസിൻ്റെ ഡിസൈൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോർണേഴ്സിലായിട്ടാണ് ഹെഡ് ലാമ്പ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നി. പിന്നീട് ബോണറ്റിൻ്റെ ആ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാം, കട്ട്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. കിയ എന്നുള്ള ലോഗോയും സെൻറ്ററിലായിട്ട് വെൻറ്റിലേഷൻ 2 സ്പ്ലിറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ബോണറ്റിൻ്റെ ആ ഒരു വലിപ്പം കുറഞ്ഞതായിട്ട് കാണാം. നമ്മുടെ കിയ സോണറ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിലും സൈസ് കുറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ബോണറ്റിൻ്റെ സൈസ്. അത് വെച്ചിട്ടാണ് അവർ സൈസ് ടോട്ടൽ ഡൈമെൻഷൻ മാനേജ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ കോർണറിലായിട്ട് ഹെഡ് ലാമ്പ്സ് DRL വന്നിരിക്കുന്നത് കോർണറിലായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ നല്ലതാണോ എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. പിന്നീട് സെൻസേഴ്സൊക്കെ വന്നിരിക്കുന്നു. സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 16 ഇഞ്ച് അലോയ് വീൽസ് നമുക്ക് കാണാം. ഇത് ഡയമണ്ട് കട്ട് അല്ല, ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് സൈഡ് ഡിസൈനിൽ എടുത്ത് പറയാനുള്ള ഫ്ലഷ് ഡോർസ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ടൈപ്പ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് സൈഡ് കോർണർ ലുക്ക് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി യൂറോപ്യൻ സ്റ്റൈൽ വണ്ടിയുടെ ലുക്കൊക്കെ തോന്നും. റിയർ ഡോറിൽ ഇങ്ങനെ ഒരു കട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ടുള്ള ഒരു വണ്ടിയുടെ ഒരു ഹാഫ് കഴിഞ്ഞാൽ വേറൊരു വെറൈറ്റി ലുക്ക് തന്നെയാണ് വണ്ടിക്ക്. അത് സബ്ജക്റ്റീവാണ് തികച്ചും. പലർക്കും പല രീതിയിലായിരിക്കും ഡിസൈൻ ഇഷ്ടപ്പെടുന്നത്. റിയറിലും 17 ഇഞ്ച് അലോയ്സ് ടോപ്പ് വേരിയൻറ്റിലൊക്കെ വരും. ഇത് 16 ഇഞ്ച് അലോയ്സ് ആണ്. ടെയിൽ ലാമ്പ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ, നല്ല ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലുള്ള ടെയിൽ ലാമ്പ്സ് ബാക്കിൽ ആ ഡിസൈൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. പിന്നീട് വൈപ്പേഴ്സും ഡിഫോക്കസും ഒക്കെ കൊടുത്തിരിക്കുന്നു. TGDI എഞ്ചിനാണ് അതിൻ്റെ ബാഡ്ജിങ് ബാക്കിൽ വന്നിരിക്കുന്നു. പിന്നീട് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയാൽ 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നു. സോ ഇതൊക്കെയാണ് നമുക്ക് കിയ സിറോസിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിനെ പറ്റി എടുത്തു പറയാനായിട്ടുള്ളത്. സോ നമ്മൾ ഇൻറ്റീരിയറിൽ വന്നു. ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ പറയുമോ ഇതൊരു സബ് 4 മീറ്റർ കാറാണെന്ന്. കാരണം അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വലിയൊരു പനോരമിക് സൺറൂഫ് കൊടുത്തിരിക്കുന്നു. 2 സെഗ്മെൻ്റായിട്ട് അതും ഫുള്ളി ഓപ്പൺ ആക്കാൻ പറ്റും, അങ്ങ് വരെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള പനോരമിക് സൺറൂഫ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതേപോലെ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ നല്ല രീതിയിലുള്ള സ്പേസും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ഡിസൈൻസിലാണ് പുതിയ കിയ സിറോസിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. സോ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് കാണിക്കാം. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺസ് ഒക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്, കണ്ടോ? വാവ്, വളരെ ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേസ് ആണ് വന്നിരിക്കുന്നത്. ടോപ്പ് വേരിയൻ്റ് അല്ല, ടോപ്പ് വേരിയൻ്റ് ആണ്. ഇവിടെ സെൻറ്ററിൽ HVAC കൺട്രോൾസ് ഒക്കെ വരുന്ന AC കൺട്രോൾസ് എല്ലാം ഈ സെൻറ്ററിൽ ഒരു ചെറിയൊരു 5 ഇഞ്ച് സ്ക്രീനോടെ കാണും. അല്ലാതെ ഇതിന് ഇവിടെ വലിയൊരു ഇൻഫർടൈൻമെൻറ്റും MIDയും അതും വളരെ ക്ലാരിറ്റിയുള്ള LED ഡിസ്പ്ലേ ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീൽസിൻ്റെ സൈഡിലായിട്ടാണ് കിയ എന്ന ബാഡ്ജിങ് കൊടുത്തിരിക്കുന്ന ഒരു വെറൈറ്റി സ്റ്റിയറിംഗ് വീലാണ്. ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീൽസ് ആണ്. മുകളിലും ഒരു ഫ്ലാറ്റ്, താഴെയും ഫ്ലാറ്റ്. സാധാരണ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽസ് നമ്മൾ കണ്ട് ശീലമുള്ളൂ, പക്ഷേ ഇത് മുകളിലും ഫ്ലാറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നു. മറ്റുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ ഹ്യുണ്ടായി കിയാസിൻ്റെ മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ സെയിം കൺട്രോൾസ് ഒക്കെ ആണെങ്കിലും മാറിയിട്ടുണ്ട്. അതായത് ഇവിടെ നിന്നുള്ളത് ഇപ്പുറത്തായിട്ടുണ്ട്. മോഡ് സെലക്ടേഴ്സും വോളിയം കൺട്രോൾസും എല്ലാം ലെഫ്റ്റിലായിരുന്നു, അത് ഇപ്പുറത്തായി.
നമ്മുടെ ഇൻഫർമേഷൻ ബട്ടൺസും കാര്യങ്ങളെല്ലാം ലെഫ്റ്റ് സൈഡിലായിരുന്നു, അത് ഇങ്ങോട്ട് വന്നു. ആ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. പിന്നെ പുതിയ ഡിസൈനാണ് തികച്ചും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഓട്ടോ AC ഉള്ള മോഡലല്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ ഇത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടോപ്പായി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ഫാൻ സ്പീഡായി. ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഓഫ് ആകും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ AC-യുടെ സ്വിച്ചസും ബാക്കി HVAC കൺട്രോൾസ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നു. പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. Type-C ചാർജിങ് പോർട്ടും 180 വാട്ട്സിൻ്റെ ഒരു അഡാപ്റ്റർ പോർട്ട്സും ഒക്കെ വന്നിരിക്കുന്നു. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും പിന്നെ 360° ക്യാമറ ഉള്ള ഓപ്ഷനാണ്. ഇതിന് തൽക്കാലം ഇത് 360° ക്യാമറ ഉള്ള വേരിയൻ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ക്യാമറ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺസ് എല്ലാം ഇവിടെ നമ്മൾ പറഞ്ഞില്ല. ഇത് 6 സ്പീഡ് മോഡലാണ്. ഇത് 1 ലിറ്റർ ടർബോ പെട്രോൾ മോഡലാണ്. ഇതിൻ്റെ 6 സ്പീഡ് ഗിയർ ബോക്സസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ പാർക്ക് ബ്രേക്സ്, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്സ് ഒക്കെ ടോപ്പ് മോഡലിലേ വന്നിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഈ ഒരു മോഡലിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് 3 ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെൻറ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ, ഗിയറും ബാക്കി നോർമലുള്ള പോലത്തെ എല്ലാ കൺട്രോൾസും ഇവിടെ വന്നിരിക്കുന്നു. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡ് സ്പേസ് ഭയങ്കര വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഏരിയയും ഇവിടെ സ്റ്റോറേജ് ഫോണൊക്കെ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല, ഫോൺ വെക്കാനുള്ള സ്പേസ് ഇല്ല ഇവിടെ. AC-യുടെ വെൻസ് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് വരുന്നു. ഇവിടെ 4 വെൻസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലെ സീറ്റ് വെൻറ്റിലേഷൻ്റെ സ്വിച്ചസ് അവിടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ സീറ്റ്സ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു സീറ്റ്സ് ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എയർ ബാഗ്സ്, 6 എയർ ബാഗ്സിൻ്റെ ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നു. പിന്നെ മുകളിലാണ് ബാക്കി കൺട്രോൾസ് എല്ലാം വന്നിരിക്കുന്നത്. നമ്മുടെ പാനോരമിക് സൺറൂഫിൻ്റെ കൺട്രോൾസ് എല്ലാം മുകളിലായിട്ട് വന്നിരിക്കുന്നു. ബാക്കിലത്തെ സീറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ബാക്കിലത്തെ സീറ്റിൻ്റെ കാര്യം പറയാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിരിക്കുന്നു. ഫോൺ വെക്കാൻ സ്പേസ് എവിടെയാണെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ സൈഡിൽ വെക്കാമെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, ഏതായാലും ബാക്കി സ്റ്റോറേജ് സ്പേസുകളും ഡോർ പാഡിങ്ങിലുള്ള നമ്മുടെ ബോട്ടിൽ ഹോൾഡർ സ്പേസും ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് 2 എണ്ണം വന്നിരിക്കുന്നു. കീ ആണ് ഏറ്റവും എടുത്ത് പറയേണ്ട വേറൊരു കാര്യം. വെറൈറ്റി കീ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് സൈഡിലാണ് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം വന്നിരിക്കുന്നത്. ഇത് ലോക്ക് ചെയ്താൽ ഇവിടെ ഒരു ലൈറ്റൊക്കെ കത്തും. നമുക്ക് വണ്ടി ഓഫ് ചെയ്തിട്ടും ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടോ ആ ഒരു സമയത്തെ ഗ്രാഫിക്സ് കണ്ടോ, എന്നെ ക്ലാരിറ്റിയാണ്. കണ്ടോ, ലോക്ക് ചെയ്താലും അൺലോക്ക് ചെയ്യുന്ന സമയത്തും ഇവിടെ ഒരു ഇലുമിനേറ്റഡ് ലോഗോ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ലൊരു കീ അല്ലേ, കിടിലൻ. പലരും പുതിയ വണ്ടികൾ ഇറക്കുമ്പോൾ മോശം കീ കൊടുക്കുന്നു, പക്ഷേ ഇത് കിടിലൻ ഒരു കീ ആണ്. വണ്ടിയിൽ നമുക്ക് വണ്ടിയിൽ ഇല്ലാത്തപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം കീയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ സീറ്റ് കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും ഇതാണല്ലോ കൊടുക്കുന്നത്. കണ്ടോ, ബാക്കിലത്തെ ഈ ഒരു സ്പേസ് കണ്ടപ്പോഴാണ് എനിക്ക് ഇതൊരിക്കലും ഒരു 4 മീറ്റർ കാറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. കാരണം അത്ര സ്പേഷ്യസ് ആണ്. നമുക്ക് സീറ്റ് റിക്ലൈൻ ചെയ്യാം. വാവ്, ഇത്ര കംഫർട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വളരെ കംഫർട്ടാണ്, വളരെ കംഫർട്ടബിളാണ് ബാക്കിലിരിക്കാൻ. സോ ഒരു ഫാമിലി പർപ്പസിന് നിങ്ങളൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ, ലുക്ക് വൈസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതായിരിക്കും തോന്നുന്നു. 11 lakh സംതിങ് ആണ് ഇതിൻ്റെ എക്സ് ഷോറൂം സ്റ്റാർട്ടിങ് വരുന്നത്. സോ ഒരു 13 lakhs 14 lakhsനൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു ബേസ് മോഡലിനെക്കാട്ടിൽ മുകളിലുള്ള വേരിയൻ്റൊക്കെ കിട്ടാൻ വഴിയുണ്ട്. അപ്പം ഈ ഒരു സ്പേഷ്യസ്, അത് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നതല്ല എങ്കിൽ പോലും കുറച്ചുകൂടെ വേരിയൻസ് കൂടുമ്പോഴായിരിക്കും റിക്ലൈൻഡ് ഓപ്ഷൻസ് ഒക്കെ വന്നിരിക്കുന്നത്. എന്നാലും ഈ ഒരു ലെഗ് സ്പേസ് തന്നെ നോക്ക്, ഇത്രയും ലെഗ് സ്പേസസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കൂടാതെ നമ്മുടെ മുട്ടൊന്നും ചെന്നിരിക്കാത്ത രീതിയിൽ ഇവിടെയും ഡിസൈൻ, ഫ്രണ്ട് സീറ്റിൻ്റെ ഡിസൈൻ ആ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. റിയർ AC വെൻസും 2 പതിവ് പോലുള്ള 2 Type-C പോർട്ട്സും ചാർജിങ് പോർട്ട്സും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതുകൂടാതെ റിയർ സീറ്റ്സിലെ സീറ്റ് വെൻറ്റിലേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഈ സെഗ്മെൻറ്റിലെ ആദ്യത്തെ വണ്ടി. ഈ സെഗ്മെൻറ്റിൽ നല്ല എല്ലാ സെഗ്മെൻറ്റിലൊന്നും ആ ഒരു ഫീച്ചറില്ല, പക്ഷേ കിയ സിറോസിലുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് അൽക്കസാറിൽ എന്തോ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ കിയ സിറോസിൽ റിയർ സീറ്റിൽ വെൻറ്റിലേഷൻ ഉണ്ട്. താഴെ മാത്രമാണ്, ചൈന നിറത്തില്ല, താഴെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ സീറ്റ് റിക്ലൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഒരു ബാക്ക് സീറ്റ് ഇരിക്കാൻ. പിന്നെ നമ്മുടെ സൺബ്ലൈൻസും ഈ ഒരു സെഗ്മെൻറ്റ്സിൽ വേറെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നല്ല ക്വാളിറ്റിയുള്ള സൺബ്ലൈൻസും വന്നിരിക്കുന്നു. പിന്നെ ഈ ഒരു വ്യൂ വളരെ അടിപൊളിയായിട്ട് നമുക്ക് പനോരമിക് വ്യൂവിലിരുന്ന് വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റും. വളരെ കംഫർട്ടബിളായിട്ടൊരു ഫാമിലി കാറായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഇതിൽ ഡ്രൈവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്ന എൻജിൻ തന്നെയാണ്. നമ്മുടെ GDI 1 ലിറ്റർ നമ്മുടെ സോണറ്റിലൊക്കെ കാണുന്ന ടർബോ എൻജിൻ തന്നെയാണ്. പെട്രോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. പിന്നുള്ളൊരു ഓപ്ഷൻ
1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അതും മറ്റ് വെന്യൂലൊക്കെ കാണുന്ന ഡീസൽ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ ഈ ഡീസൽ എഞ്ചിൻ ആദ്യമായിട്ടാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. സോ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണും. എന്തായാലും ഡ്രൈവ് ചെയ്തിട്ടുള്ള റിവ്യൂസ് നമുക്ക് ഭാവിയിൽ ചെയ്യാം, യൂസർ എക്സ്പീരിയൻസസ് ഭാവിയിൽ ചെയ്യാം. നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ബൂട്ട് സ്പേസുകളൊന്ന് കാണിക്കാം. അവിടെ അത്രയും സ്പേസ് മാനേജ് ചെയ്തിട്ടും ബൂട്ട് സ്പേസ് ഏകദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് മോശമല്ലാത്തൊരു കാര്യമാണ്. സോ അതൊക്കെയാണ് നമുക്ക് കിയ സിറോസിനെ പറ്റി പറയാനായിട്ടുണ്ടായിരുന്നത്. ഏതായാലും 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് വന്നിരിക്കുന്നത്. ഒരു 1 ലിറ്റർ TGDI എഞ്ചിനും അതുപോലെ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും. അതിനകത്ത് ഓട്ടോമാറ്റിക്കും മാനുവൽ ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് കിടക്കുന്ന മാനുവൽ വേരിയൻ്റാണ്. ടോപ്പ് വേരിയൻസിൽ വരുമ്പോൾ ധാരാളം ഫീച്ചേഴ്സ്. എനിക്ക് ഇതിൽ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയത് സൈഡ് സെൻസേഴ്സ് വന്നിരിക്കുന്നതും, അതേപോലെ ബാക്കിൽ റിയർ സീറ്റ് പാസഞ്ചേഴ്സിന് വെന്റിലേറ്റഡ് സീറ്റ്സ് വന്നിരിക്കുന്നതും, പിന്നെ പുതിയ സ്റ്റിയറിംഗ് വീൽസ്, ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീൽസ് വന്നിരിക്കുന്നു. പിന്നെ ഇൻഫർടൈൻമെൻറ്റും MIDയും വളരെ അട്രാക്റ്റീവാണ്. അതിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് 16 ഇഞ്ചാണ്. ബേസ് വേരിയൻറ്റിൽ 15 ഇഞ്ച് വീൽസാണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിൽ റിക്ലൈനിങ് സീറ്റ്സ് ഒന്നും ബേസ് വേരിയൻറ്റ് കാണില്ല. അതൊക്കെ ഓക്കെ, സമ്മതിക്കാം. പക്ഷേ സ്റ്റിയറിംഗിൽ അതുപോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഇപ്പം ഏറ്റവും അട്രാക്റ്റീവ് കാര്യം ഇതിൻ്റെ ബേസ് വേരിയൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8.99 ലാക്സിനാണ്. സോ ഓൺ റോഡ് പ്രൈസ് എത്രമാത്രമായിട്ട് ഒരു 2-3 ലാക്സ് എക്സ്ട്രാ കൂട്ടിയാൽ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഉള്ള വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഏതായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ടെസ്റ്റ് ഡ്രൈവ്സിന് ശേഷവും അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് യൂസർ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഇംപ്രഷനൊക്കെ ആയിട്ട് നമ്മൾ പിന്നീട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.